ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കാബൂളി റൈസ് എന്നൊരു റൈസിൻ്റെ റെസിപ്പിയും പിന്നെ രാത്രിയിലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതുപോലെ പുറത്ത് പോയി കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ആരും ഇത് കണ്ടിട്ട് ഞെട്ടണ്ട കേട്ടോ. ഒരു കാർ ഉണ്ടാക്കിയതാണ് ഞാനും ഇഷിലും കൂടെ. കുറേ സമയമായിട്ട് നമ്മളിരുന്ന് ഉണ്ടാക്കിയ ഒരു കാറാണ്. അവളുടെ സ്കൂളിലേക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു, എയർ പൊല്യൂഷൻ എന്നാണ് ടോപ്പിക്ക് കൊടുത്തത്. അപ്പോൾ ഒരു കാറോ അല്ലെങ്കിൽ ഫാക്ടറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കുറേ സമയം ട്രൈ ചെയ്തിട്ടൊരു കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ എയർ പോകുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ പഞ്ഞി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സൂപ്പർ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അവളൊന്നും ഇങ്ങനെ മാറ്റി നിർത്തിയതാണ്. അവളുടെ കയ്യിലൊന്നും ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. ഇത് നമ്മുടെ കയ്യിലായാലേ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അവളോട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ അമ്മ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അതുപോലെ കാബൂളി റൈസാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു അഫ്ഗാനി റൈസാണിത്. നല്ല ടേസ്റ്റുമാണ്, നമുക്ക് ഉണ്ടാക്കാൻ ഈസിയുമാണ്. അപ്പോൾ ഇനി അതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിച്ചു തരാം, നമ്മളെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം ഒരു 2.5 കപ്പ് ബസുമതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 kg ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് ചിക്കൻ സ്റ്റോക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു വലിയ സൈസുള്ള വലിയ ഉള്ളി സ്ലൈസ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ഓരോ ടേബിൾ സ്പൂണും വെച്ചിട്ടുണ്ട്. ഒരു മാഗി ക്യൂബ്, ഒരു ബൗളിൽ പൊട്ടുകടല, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. പിന്നെ ഈ കാബൂളി റൈസ് ഉണ്ടാക്കാനുള്ള പൗഡർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു 5 പീസ് പട്ട, ചെറിയ പീസുകളാണ് കേട്ടോ. പിന്നെ ഒരു ഗ്രാമ്പൂ ഒരു 6 എണ്ണവും പിന്നെ ഏലക്ക ഒരു 6 എണ്ണവും. ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഈ പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കാബൂളി റൈസ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്കിവിടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കാബൂളി റൈസിൻ്റെ പൗഡർ. അങ്ങനെ മേടിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ നമുക്കത് ഈസിയാക്കി വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയും തയ്യാറാക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിന് എടുക്കുകയാണ് കേട്ടോ. ഇതെടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി ലാസ്റ്റേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം ഈ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ സാധാരണ കാബൂളി റൈസിൽ ഉണക്കമുന്തിരി എല്ലാവരും നല്ലോണം യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ മക്കൾക്കും ഷെമിക്കാക്കും ഒന്നും ഉണക്കമുന്തിരി അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാനത് ഇടാത്തത്. ഇനി അത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ബൗളിൽ ഉണക്കമുന്തിരിയും കൂടെ ഇതിലൊന്ന് കുക്ക് ചെയ്ത് കോരി മാറ്റി വെക്കണം. നമ്മൾ ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് ഈ ക്യാരറ്റും ഉണക്കമുന്തിരി നമുക്ക് ആവശ്യമുണ്ട്. അത് രണ്ടും കൂടെ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണക്കമുന്തിരി എടുക്കുന്നില്ല, ഈ ക്യാരറ്റ് മാത്രമേ കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അത് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് തന്നെ ഈ ഓയിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് കോരിയെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാബൂളി റൈസിൻ്റെ പൗഡർ ഇല്ലേ, ആ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ എടുത്തിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ആ ചിക്കനിലൊന്ന് മാഗ്നേറ്റ് ചെയ്യുക. ഇത് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക. പിന്നെ ഈ പൗഡറാണ് നമുക്ക് അതിൽ കൂടുതലായിട്ട് പിടിക്കേണ്ടത്. ഈ കാബൂളി റൈസിൻ്റെ പൗഡറാണ് അതിൽ പിടിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഓയിലിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ചിക്കൻ ഇനി കുക്ക് ചെയ്യുന്നതില്ല, നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ലാസ്റ്റേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിന്ന് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഇതേ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി ബാക്കി പരിപാടികൾ റൈസിൻ്റെതും പിന്നെ അതുപോലെ നമ്മൾ ഉള്ളി വഴറ്റുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്ര ഓയിൽ നമുക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ഓയിലാണ് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതേ പാത്രത്തിലാണ് നമ്മളിനി റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഒന്ന് ആയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാബൂളി റൈസിൻ്റെ പൗഡറും മാഗി ക്യൂബും ഒക്കെ ഒന്ന് ഇടണം. അപ്പോൾ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാബൂളി റൈസിൻ്റെ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൗഡറാണ് നമ്മുടെ റൈസിൻ്റെ ടേസ്റ്റ്. ഇട്ട് ആ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ വരുമ്പോൾ നല്ലൊരു അറബിക് ഫ്ലേവറൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് മെഷർ ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. നമുക്ക് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടില്ല, അപ്പോൾ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള അളവിൽ ഒന്ന് അളന്നെടുത്തിട്ട് വേണം കറക്റ്റ് ആക്കാൻ. ഇനി ബാക്കിയുള്ളത് ഞാൻ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യണം. മാഗി ക്യൂബിൻ്റെ ഉപ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ, ബസ്മതി റൈസ്. അപ്പോഴുള്ളൂ നമ്മളെ റൈസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊട്ടുകടലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ പൊട്ടുകടല ചോറിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഈ കാബൂളി റൈസിൻ്റെ സ്പെഷ്യലാണ് ഈ പൊട്ടുകടലയും ഉണക്കമുന്തിരിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും എല്ലാം ഇടയിലൂടെ അങ്ങനെ കടിക്കുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയ തീയിൽ കുക്ക് ചെയ്യും വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. റൈസ് ശരിക്കും കുക്കായിട്ടില്ല, ഒന്നും കൂടെ കുക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്, വെള്ളം ഫുള്ള് വറ്റിയിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ദമ്മിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ക്യാരറ്റൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഈ റൈസിൽ പൊതുവെ ക്യാരറ്റും നമ്മുടെ ആ പൊട്ടുകടലയും ഉണക്കമുന്തിരിയും ഒക്കെ നല്ലോണം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ക്യാരറ്റാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദമ്മിട്ട് വെക്കുക. അപ്പം നമ്മുടെ റൈസും കറക്റ്റായിട്ട് കുക്കായിട്ട് വരും. ഈ ചിക്കനൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കിടന്ന് സെറ്റാവും. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള കാബൂളി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി റെസിപ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയിരുന്ന ആ റെസിപ്പിയൊക്കെ ഇടുന്നതിലെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ചെമ്മിക്കും മക്കളൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്ത് പിന്നെ ഡിന്നറൊക്കെ നേരത്തെ തന്നെ കഴിച്ചു. എന്നാൽ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തന്നെ കഴിച്ചു. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇരുന്നിട്ട് കളിയാണ്. ഇഷിൽക്ക് കുറച്ച് ദിവസം മുമ്പ് മേടിച്ചു കൊടുത്തതാട്ടെ ഈ പാമ്പും കോണിയും. അപ്പോൾ ഇത് കിട്ടിയ സന്തോഷത്തിൽ ഇപ്പോൾ എപ്പോഴും ഇതുമ്പോൾ കളിയാണ്. എൻ്റെ ഷിമിക്കയുടെ ബാക്കിൽ ഫുൾ നടത്തുമായിരിക്കും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മയൊപ്പി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഉമ്മയുടെ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ കളിക്കാൻ പറയില്ലായിരുന്നു അവളുടെ പരിപാടി. ഇലുവിനാണെങ്കിലും ഇങ്ങനെ അത്രയ്ക്ക് അറിയില്ല. നമ്മളിങ്ങനെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചെയ്യാമെന്നല്ല, അവളെ കൂടെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ അവനെ അറിയില്ല. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ ഉണ്ട്, കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നമ്മളെ നിയറസ്റ്റ് തന്നെ ഒരു ലുലു ഉണ്ട്. അപ്പോൾ ആ ലുലുവിലോട്ട് പോവാണ്. സാധാരണ ഇങ്ങനെ വീക്ക് ഡേയ്സിൽ പർച്ചേസിങ്ങിന് പോലെ കുറവാണ്. മോൾക്ക് സ്കൂളൊക്കെ ഉള്ളത് കാരണം വീക്കെൻഡ്സിൽ മാത്രമായിട്ട് പോയി വാങ്ങാറാണ്. അപ്പോൾ ഇന്ന് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാണ്ടായതുകൊണ്ട് പോവാന്ന് വെച്ച് അവിടെ ചെന്നപ്പോൾ ഇലു പാല് വേണമെന്നൊക്കെ പറഞ്ഞ് അതെടുത്ത്, അവൾ ജ്യൂസൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എടുക്കലാണ്. അവിടെ ഒരു സെയിൽസ് ഗേളിന് ഇലു ഫ്ലൈങ് കിസ് കൊടുക്കുന്നത് ക്ഷമിക്കിരുന്ന് വീഡിയോ എടുക്കുകയാണ്. അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഇങ്ങനെ എടുക്കുകയാണ്. സാധാരണ പർച്ചേസിങ് സമയത്ത് ഇലു ഇഷ്യലും എൻ്റെ ഹെൽപ്പറായിട്ട് ഇങ്ങനെ ബാക്കിൽ നടക്കുമായിരിക്കും. ഞാൻ എടുക്കുന്നത് ഓരോന്നിങ്ങനെ ബില്ലാക്കി കൊണ്ടുവരലും പിന്നെ ട്രോളിയിലേക്ക് കൊണ്ടുവയ്ക്കലും രണ്ടുപേരും ഫുള്ള് സഹായമായിരിക്കും. ഐസ്ക്രീം സെക്ഷൻ കണ്ടപ്പോൾ രണ്ടാളും കൂടെ അവിടെ കൗണ്ടറിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്, അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. നാളെ സ്കൂളുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് പർച്ചേസിങ്ങൊക്കെ ഒന്ന് സ്പീഡാക്കുകയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി ബില്ലാക്കുകയാണ്.
രാവിലെ ഇഷിൽക്ക് 5 മണിക്ക് എഴുന്നേക്കണം, 5:30 അവളുടെ സ്കൂൾ ബസ് വരും. ഷിംകാക്കും സെയിം ടൈമിൽ ഇറങ്ങണം. അതുകൊണ്ടാണ് ഈ വീക്ക് ഡേയ്സിലധികം പുറത്തിറങ്ങാത്തത്. വീക്കെൻഡിലാകുമ്പോൾ നമുക്ക് പിന്നെ സ്ലോലി പർച്ചേസിംഗ് ഒക്കെ കഴിച്ച് അങ്ങനെ പോയാൽ മതി. രാവിലെ 2 പേർക്കും ഓഫ് ആയതുകൊണ്ട് സമയം ഒരുപാട് ലേറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളും വ്ളോഗുകളും റെസിപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.